പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ്. യെസ്, നമ്മൾ കൊച്ചിലെ തൊട്ട് കേൾക്കുന്നതാണ് ഒരാളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അത് പ്രാക്ടീസ് ആണ് എന്ന്. മക്കളെ, നവംബർ 17 RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഓരോ ടോപ്പിക്കിനെയും കവറപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടോ? മക്കളെ, കൃത്യമായിട്ട് നിങ്ങൾ അക്കൗണ്ട് ചെയ്യണം. ഞാൻ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാർക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ മക്കളെ, അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസത്തെയും പ്രാക്ടീസിലൂടെ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്നത് അത്തരത്തിലൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഞാൻ കൃത്യമായിട്ട് കാര്യം കാണിച്ചു തരാം. അതായത് മക്കളെ, നോക്കിയാൽ RRBയുടെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ എഴുതാനായിട്ട് പോകുന്നത് ഏതാണ്ട് 1 കോടിയിൽ അധികം ആളുകളാണ്. ഓക്കെ, 1 കോടിയിൽ അധികം ആളുകളാണ് ഈ ഒരു എക്സാമിനേഷൻ മൊത്തത്തിൽ എഴുതാൻ പോകുന്നത്. നമ്മൾ ഓരോ RRB തിരിക്കുകയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ട്, ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആളുകൾ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് 32,000-ഓളം വേക്കൻസികളാണുള്ളത്. നിങ്ങൾക്ക് അറിയാം, 32,000-ഓളം വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ കോമ്പറ്റീഷനിൽ ഒരു പ്രധാന ഘടകം, നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് അറിയാമെങ്കിലും, നിങ്ങൾ എത്രത്തോളം മാത്സിൽ പെർഫെക്റ്റ് ആണെങ്കിലും, നിങ്ങൾ എത്രത്തോളം നമ്മുടെ റീസണിങ്ങിൽ പെർഫെക്റ്റ് ആണെങ്കിലും, GK പെർഫെക്റ്റ് ആണെങ്കിലും, എന്തുമായിക്കോട്ടെ മക്കളെ, ഇവിടെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പ്രധാന ഘടകം എന്താണെന്ന് അറിയാമോ? അതാണ് ടൈം എന്ന് പറയുന്നത്. ഈ സമയത്തെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എത്ര സബ്ജക്ട് നോളജ് ഉള്ള ആളാണെങ്കിലും ഒരു പക്ഷെ എന്ത് ചെയ്യാം, വീണു പോയേക്കാം. അതുകൊണ്ട് സമയത്തെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതിനായിട്ടാണ് മക്കളെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പ്രാക്ടീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രാക്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റുക? അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് ഇപ്പോഴേ ഒരു വഴിയൊരുക്കി തരികയാണ്. RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു എക്സാം പാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സാം പാക്കിന് 2 പ്രത്യേകതകളുണ്ട്. ഇതിൽ ടെസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിനോടൊപ്പം തന്നെ മൈക്രോ നോട്ടും കൂടി എവിടെ ഉണ്ടാകും, ഈ ഒരു പാക്കിൽ ഉണ്ടാകും. നവംബർ 17 എക്സാമിനേഷൻ വരിക. നവംബർ 17. ഓക്കെ, നവംബർ 17. അതായത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയം ഏതാണ്, ഇത് സെപ്റ്റംബർ മാസമാണ്. ഓക്കെ, സെപ്റ്റംബർ മാസം ഒരു പകുതിയോട് അടുത്തോണ്ടിരിക്കുകയാണ്, ഒരു 10-ാം തീയതി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബർ, ദെൻ നവംബർ, 2 മാസത്തെ സമയം നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട്. ഏതാണ്ട് 60 ദിവസം എക്സാം പ്രിപ്പറേഷന് വേണ്ടി നമ്മുടെ മുൻപിലുണ്ട്. ഈ സമയത്തെ എങ്ങനെ വിനിയോഗിക്കണം? നമ്മൾ ഇനി കാർഡടച്ച് വെടിവെച്ച് ഫുൾ GK പഠിക്കാൻ പോവാണ്, ഫുൾ ജനറൽ സയൻസ് പഠിക്കാൻ പോവാണ്, ഫുൾ മാത്സ് പഠിക്കാൻ പോവാണ്, ഫുൾ റീസണിങ് പഠിക്കാൻ പോവാണ്, ഫുൾ കറണ്ട് അഫയർ പഠിക്കാൻ പോവാണ്. മക്കളെ, എങ്ങും എത്താൻ പോകുന്നില്ല. ഇവിടെ സമയം എത്രത്തോളം നിങ്ങൾ പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നു, സമയത്തെ എത്രത്തോളം നിങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു, ഇതാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഇനി എക്സാം എഴുതാനായിട്ട് പോകുമ്പോഴും 100 മാർക്കാണ് എക്സാമിനേഷൻ. 100 മാർക്കിന്റെ എക്സാമിനേഷൻ നിങ്ങൾ എഴുതാൻ പോകുന്നത് 90 മിനിറ്റ് കൊണ്ടാണ്. ശരിയല്ലേ? 90 മിനിറ്റിനുള്ളിൽ ഈ 100 മാർക്കിന്റെ എക്സാമിനേഷൻ ചെയ്യണം. അവിടെ മാത്സിനും റീസണിങ്ങിനും ഒക്കെ ബെനിഫിറ്റ് ഉണ്ട്, അല്ലേ? ജനറൽ സയൻസിന് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രയും വേഗത്തിൽ ചെയ്യുന്നോ അത്രയും അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ 2 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒന്ന്, എക്സാം ആണ്, നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഓരോ എക്സാം കഴിയും തോറും നിങ്ങൾ എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, അത് മൈക്രോ നോട്ട് എന്ന് പറയുന്നതാണ്. മൈക്രോ നോട്ട്സ് എന്ന് പറഞ്ഞാൽ GK എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആയിട്ട് മാറിയേക്കാം. കാരണം അത്രയും വാസ്റ്റ് ആണ്. എക്കണോമിക്സ് പഠിക്കണം, പൊളിറ്റി പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, സ്ട്രാറ്റജിക് പഠിക്കണം, കറണ്ട് അഫെയർ പഠിക്കണം, അങ്ങനെ കടലു പോലെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് പോയിന്റുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുന്ന തരത്തിൽ കിട്ടിയാലോ, അതിനെയാണ് മൈക്രോ നോട്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ഡെമോ മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഈ 2 കൂടി അടങ്ങുന്നതാണ് ഈ ടെസ്റ്റ് പാക്ക്. ഈ ടെസ്റ്റ് പാക്കിന്റെ വില ആക്ച്വലി 250 പ്ലസ് 10 റുപ്പീസ് എന്താണ് പ്ലാറ്റ്ഫോമിന്റെ ഒരു ഫീയും കൂടെ വന്ന് ആകെ 260 രൂപയാണ് ഈ 2 കാര്യങ്ങൾക്കും കൂടി ചേർത്ത് കിട്ടുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഒരു ടെസ്റ്റിനും ഒരു മൈക്രോ നോട്ടിനും വേണ്ടി ഞാൻ ഇത്രയും കൊടുക്കണോ? എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നിങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ കാര്യം മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. മക്കളെ, ഇവിടെ നോക്കിയേ, ഇവിടെ ടെസ്റ്റ് ഇൻ ഇംഗ്ലീഷ് എന്നൊരു ഫോൾഡർ കാണാം, ടെസ്റ്റ് ഇൻ മലയാളം എന്നൊരു ഫോൾഡർ കാണാം, മൈക്രോ നോട്ട് എന്ന് പറയുന്ന ഒരു ഫോൾഡറും കാണാം. ഇതിൽ എക്സാമുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്, മലയാളത്തിലും അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളും മലയാളത്തിൽ പഠിക്കുന്ന ആളും
ഒറ്റ ടെസ്റ്റ് പാക്ക് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒറ്റ ടെസ്റ്റ് പാക്ക് പർച്ചേസ് ചെയ്താൽ മതി. അവിടെ ഇംഗ്ലീഷും കാണും, മലയാളം കാണും. അതായത് മലയാളത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നോക്കി പിന്നീട് അയാൾക്ക് ഇംഗ്ലീഷ് നോക്കണോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ടെസ്റ്റ് നോക്കാം, മലയാളത്തിലെ ടെസ്റ്റ് നോക്കാം, ഏത് ടെസ്റ്റ് നോക്കി പഠിക്കാൻ പറ്റും. അതിനൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഇനി ഈ ടെസ്റ്റിന് എണ്ണം നോക്കി, ഇംഗ്ലീഷിലാണെങ്കിൽ 136 ടെസ്റ്റുകളുണ്ട്. ദെൻ ഈ മലയാളത്തിൽ 113 ടെസ്റ്റുകൾ അവിടെ കിടപ്പുണ്ട്. ദെൻ മൈക്രോ നോട്ട്സ് നോക്കി, മൈക്രോ നോട്ട്സ് 130 ഫയൽ മൈക്രോ നോട്ട്സ് കിടപ്പുണ്ട്. ഈ 130ൽ 65 എണ്ണവും ഇംഗ്ലീഷാണ്, ദെൻ 65 എണ്ണവും മലയാളമാണ്. ഓക്കെ, 65 എണ്ണം ഇംഗ്ലീഷും 65 മലയാളവും അടങ്ങുന്ന മൈക്രോ നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുകയാണ്. അപ്പൊ ഇത് രണ്ടും, ഈ ടെസ്റ്റ് ആണെങ്കിലും മൈക്രോ നോട്ട് ആണെങ്കിലും, ഇത് രണ്ടും നിങ്ങളുടെ എക്സാമിനെ കുറച്ചുകൂടി ഈസി ആക്കി മാറ്റാൻ, സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ, ടൈമിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ പ്രാപ്തമാക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, നമ്മൾ മുന്നോട്ട് വന്നാൽ നോക്കിയേ, ഇംഗ്ലീഷിലുള്ള ടെസ്റ്റ് എടുത്തു. ഓക്കെ, ടെസ്റ്റിന് ഇംഗ്ലീഷ് നമ്മൾ എടുത്തു. അവിടെ ചാപ്റ്റർ ടെസ്റ്റ് കാണാം. ചാപ്റ്റർ ടെസ്റ്റിന്റെ പ്രത്യേകത 116ഓളം ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുള്ള ടെസ്റ്റ് കാണണോ, അവിടെ കാണും. 10-15 ചോദ്യങ്ങൾ അടങ്ങുന്ന ഓരോ സെക്ഷണൽ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സെക്ഷൻ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ചെയ്ത് നോക്കാൻ പറ്റും. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇതെല്ലാം എന്താണ് അവിടെ കാണാം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്, ആ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണം, അതിന്റെ ടെസ്റ്റ് അവിടെ കിടപ്പുണ്ടായിരിക്കും. എക്കണോമിക്സിലെ നാഷണൽ ഇൻകം ഡീപ്പായിട്ട് പോകണം, അതിന്റെ ടെസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ സബ്ജക്റ്റിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുള്ള ടെസ്റ്റ് ഈ ചാപ്റ്റർ ടെസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കാണും. അത് ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. ഇനി ഈ ഇംഗ്ലീഷിന്റെ ഫോൾഡറിൽ തന്നെ മറ്റൊന്നുണ്ട്, അതിനെയാണ് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുക. ഇത് ഫുൾ ലെങ്ത് ടെസ്റ്റ് ആണ്. അതായത് 100 മാർക്കിന്റെ 1.5 മണിക്കൂറിന്റെ നിങ്ങളുടെ RRB എക്സാമിനേഷൻ എങ്ങനെയാണോ നടക്കുക അതേ മോഡലുള്ള എക്സാം ആണ് എന്തെന്ന് പറയുക, ഈ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുക. ഇവിടെ 20 ടെസ്റ്റ് ആണ് പ്രാക്ടീസ് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. കൃത്യമായ ഒരു ഇടവേളയിൽ എന്താണ് നിങ്ങൾ പഠിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇടവേളകളിൽ നിങ്ങൾ ചെയ്ത് പോയാൽ ഓരോ 2 ദിവസം കൂടുമ്പോഴും ഓരോ പ്രാക്ടീസ് ടെസ്റ്റ് വീതം കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളമാണെന്ന് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 2 സാധ്യതകളും അവിടെ കിടപ്പുണ്ട്. ഇനി ഒന്നുകൂടി കയറി ഈ ചാപ്റ്റർ ടെസ്റ്റിന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കിടക്കുന്നത് മാത്സിന്റെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവും, ഹിസ്റ്ററി, ജൈനിസം, ബുദ്ധിസം, 97th ഓസ്കാർ അവാർഡ് 2025, പൊളിറ്റിയുടെ ജുഡീഷ്യറി, ദെൻ ബയോളജിയുടെ പ്ലാന്റ് കിങ്ഡം. ഞാനൊരു ഡെമോ കൊടുത്താണ്. ഇതേപോലെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, ഇഷ്ടം പോലെ എക്സാമുകൾ എവിടെ കിടപ്പുണ്ട്, ഈ ടെസ്റ്റ് പാക്കിന് അതിൽ ചാപ്റ്റർ ടെസ്റ്റ് അതിൽ കിടപ്പുണ്ട്. അപ്പൊ അത്രയും സാധ്യത നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ലഭിക്കും. ഓക്കെ, അത് ടെസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 100 മാർക്കിന്റെ ഫുൾ ലെന്ത് ടെസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്. ദെൻ ചാപ്റ്റർ ടെസ്റ്റ് ഇംഗ്ലീഷും ഉണ്ട്, മലയാളമുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ് മൈക്രോ നോട്ട്സ്. കണ്ടോ, മൈക്രോ നോട്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് പോവുക. അവിടെ ഇംഗ്ലീഷിലും മൈക്രോ നോട്ട്സ് ഉണ്ട്, മലയാളത്തിലും മൈക്രോ നോട്ട്സ് ഉണ്ട്. 65 ഫയലുകൾ ഇംഗ്ലീഷിലും 65 ഫയലുകൾ മലയാളത്തിലുമുണ്ട്. എന്താണ് മൈക്രോ നോട്ട്, ഒരു ധാരണ കിട്ടാൻ വേണ്ടി തരാം. ഇത് 2 മൈക്രോ നോട്ടുകളുടെ ഡെമോയാണ്. ഒന്നാമത്തെ മൈക്രോ നോട്ട് നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഉത്തരായന രേഖ, ഇന്ത്യയുടെ സെൻട്രൽ കൂടെ കടന്നു പോകുന്ന ഉത്തരായന രേഖ, 23.5 ഡിഗ്രി വരുന്ന ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഇത്രയത്തിനകത്ത് തന്നിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്നതാണ്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അത്രയും സിമ്പിൾ ആക്കി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുകയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖ, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. അതിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാമജപമി ഗുജത്ര എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റും. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ഇവിടെ നോക്കിയാൽ ഹിസ്റ്ററി ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ മറ്റൊരു എക്സാമിന് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂലുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, തെറ്റാണോ ശരിയാണോ ഇതൊക്കെയുള്ള ചോദ്യങ്ങൾ എന്താ വരാൻ സാധ്യതയുണ്ട്. ബോംബെ പ്ലാൻ 44-ലാണ്, ഗാന്ധിയൻ പ്ലാൻ 1944, പീപ്പിൾസ് പ്ലാൻ 45, സർവോദയ പ്ലാൻ 1950. ഇങ്ങനെ എന്താണ് ഹിസ്റ്ററി ഓഫ് പ്ലാനിങ് കിടപ്പുണ്ട്. ദെൻ മറ്റൊന്ന് നോക്കിയാടാ, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഫസ്റ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ്, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ, ലോങ്സ്റ്റ് റിവർ എന്താണ് ഒറിജിനേറ്റിംഗ് ഇൻ ഇന്ത്യ. ഇങ്ങനെ പലതരത്തിൽ ഷോർട്ട് പോയിന്റുകളായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാ, റിവിഷൻ ചെയ്യാനാ. ഇനി നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് സമയം. ഓക്കെ, റിവിഷന് വേണ്ടിയിട്ടാണ് സമയം. അതിന് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു മൈക്രോ നോട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 250 രൂപയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. വെറും 250 രൂപ മാത്രമാണ് ഈ ടെസ്റ്റ് പാക്കിനുള്ളത് കേട്ടോ. അപ്പൊ എത്രയും വേഗം ഈ ടെസ്റ്റ് പാക്ക് എടുക്കുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം നമ്മുടെ മുൻപിൽ വളരെ സമയം കുറവാണ്. ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ആപ്പിലേക്ക് പോവുക. ആപ്പിലേക്ക് പോയതിന് ശേഷം
അതിൻ്റെ സ്റ്റോറിലേക്ക് പോവുക. ആപ്പിൽ എവിടെ പോകണം? സ്റ്റോറിൽ പോകണം. സ്റ്റോറിൽ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേ ഒരു എന്താണ് പിക്ചർ അവിടെ കാണാൻ പറ്റും. RRB ഗ്രൂപ്പ് ഡി എക്സാം പാക്ക്. ആ എക്സാം പാക്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ ഗേറ്റ് വേ കാണും. അവിടെ 260 രൂപയാണ് കാണുക. ആ 260 രൂപ കൊടുക്കുക. 260 രൂപ കൊടുത്തതിന് ശേഷം പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 8281 223366 ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. 8281 223366 വിളിച്ചാൽ മതി. ഇനി ഇതുമല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും. ഈ ഗൂഗിൾ ഫോം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഇതല്ല, നിങ്ങൾക്ക് ഒരു റിവിഷൻ ബാച്ച് വേണമെങ്കിൽ, അതായത് റിവിഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് റിവിഷൻ ബാച്ച് വേണമെങ്കിൽ നമുക്കിപ്പോൾ റിവിഷൻ പ്ലസ് ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. റിവിഷൻ പ്ലസ് ബാച്ച്. ഓക്കെ, റിവിഷൻ പ്ലസ് ബാച്ച്. ഇവിടെ കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ കാണും. ഈ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരിക, പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകൾ. നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാത്സ് റീസണിങ് കാര്യങ്ങളെല്ലാം അവിടെ കാണും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ടോപ്പിക്കുകൾ കാണും, സയൻസ് വിഷയങ്ങൾ കാണും. ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു ബാച്ചാണ്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 1499 രൂപയാണ്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് പാക്ക് എന്ത് ചെയ്യും? അതിനോടൊപ്പം തന്നെ കിട്ടും കേട്ടോ. 250 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്ക് ഈ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് പാക്കും കൂടി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ബാച്ച് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ടെസ്റ്റ് പാക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 8281 223366 എന്ന് പറയുന്നതാണ് നമ്പർ. എത്രയും വേഗം പർച്ചേസ് ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. നമുക്ക് കാണാം.